نسلين سلاما നമ്മുടെ സുറിയാനി കുർബാനയില് among the many discoveries, one of the greatest discoveries is sitting beside me, that is ജുവാൻ ആലഞ്ചേരി. ജുവാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ്. നമ്മൾ ഈ പരിശുദ്ധ കുർബാനയിൽ കേട്ട മെലോഡിയസ് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു വോയിസ്, കുഞ്ഞു വോയിസ് ജുവാന്റെ വോയിസ് ആണ്. സ്വാഭാവികമായിട്ട് ഒത്തിരി പേര് അത് കേൾക്കുന്നവരെ എല്ലാവരെയും വളരെയധികം ആകർഷിക്കുന്ന നമ്മുടെ റിച്വലിനെ അല്ലെങ്കിൽ അനുഷ്ഠാനത്തെ, പരിശുദ്ധ കുർബാനയുടെ സെലിബ്രേഷനെ മനോഹരമാക്കുന്ന ഒന്നാണ്. അത് തീർച്ചയായിട്ടും ഒരു ജുവാൻ ഇത് കഴിഞ്ഞിട്ട് പല പരിശുദ്ധ കുർബാനകളിലും ശുശ്രൂഷയായിട്ട് വരുന്നത്. അപ്പൊ ചിലതിടത്തെല്ലാം ഇങ്ങനെ അതേത് പയ്യനാണ്, അതേത് കൊച്ചാണ് എന്നെല്ലാവരും ഇങ്ങനെ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പേഴ്സണലായിട്ട് ഒരു ഈ കൊയർ ഫോം ചെയ്യുന്ന വഴിയായിട്ട് കിട്ടുന്ന ഒരു അസറ്റാണ്, ഒരു വലിയൊരു പൊട്ടൻഷ്യാലിറ്റിയാണ്. അപ്പം ജുവാന് നമ്മൾ ഈ പരിശുദ്ധ കുർബാന പല ഭാഗങ്ങൾ കേട്ട് ജുവാനിൽ തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് പാടിയപ്പോൾ വല്ല വിഷമം ഉണ്ടായിരുന്നു ജുവാനെ? നല്ല പഠിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ആദ്യമൊക്കെ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പോകുന്നുണ്ട്. ആദ്യമൊക്കെ ഇച്ചിരി പാടായിരുന്നു പഠിക്കാൻ. പിന്നെ പഠിച്ചു വന്നപ്പം ഈസി ആയിട്ട് തോന്നി. അത് വാക്കുകളുടെ കാര്യത്തില്, പാട്ടിന്റെ ആസ്പെക്ടില്, അതുപോലെ പാട്ട് മെലഡീസ് ഉണ്ടല്ലോ, നമ്മൾ പല മെലഡീസ് ഉണ്ട്. അപ്പൊ ഒരു നിസല്ലേ ഇസ്ലാമ ഒന്ന് കേട്ടാലോ? അതിനുശേഷം ഞാൻ അതിനെ കുറിച്ചുള്ള ചോദ്യം ചോദിക്കാം. നിസല്ലേ ഇസ്ലാമ ഇതുപോലെ ഇത് ഓൾ ത്രൂ ആയിട്ട് നമുക്ക് കാണുന്നത്. അതുപോലെ സുവിശേഷ വായനയ്ക്ക് മുമ്പുള്ള പാട്ടുണ്ടായിരുന്നല്ലോ, ലക്കൂ മസീദായിസ് എന്ന് പറഞ്ഞേ, ഓർമ്മയുണ്ടല്ലോ? ഇത് പാടിയേ. അത് കഴിഞ്ഞിട്ട് ഒരു സ്ലാമ എഴുതുന്നുണ്ടോ? അതെങ്ങനെയായിരുന്നു? സ്ലാമ അപ്പൊ നമ്മൾ സാധാരണ എടുക്കുന്ന പാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. അതെല്ലാം ഇവിടുന്ന് പിന്നെ നമ്മൾ ഓശാന ഗീതത്തിലേക്ക് പോവാണ്, അത് കായലിലേക്ക്. അപ്പോ ഇതെല്ലാം സത്യം പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കോംപ്ലക്സ് ആയിട്ടുള്ള മ്യൂസിക്കൽ പീസസ് ആണ്. ഇതെല്ലാം ജുവാൻ വളരെ ഈസി ആയിട്ട് പുഷ്പം പോലെ അങ്ങ് എടുക്കുകയായിരുന്നു. ഇതെങ്ങനെയാ എടുക്കാൻ പറ്റിയത്? പരിശുദ്ധാത്മാവിന്റെ ഒരു കരുണ കൊണ്ടാണ് ഇതെല്ലാം എനിക്ക് പറ്റിയത്. ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു. ഇത് എത്ര പഠിച്ചാലും ഇത് വരത്തില്ലായിരുന്നു. ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല. അപ്പൊ ജുവാന്റെ ഇങ്ങനെ പരിശീലനത്തിന്റെ സമയത്ത് എനിക്ക് മനസ്സിലായി ഒരു മ്യൂസിക്കൽ പീസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പിന്നെ അങ്ങോട്ട് ആ ഭാഗത്തോട്ട് നോക്കേണ്ട ആവശ്യമില്ല. അപ്പം പഠിക്കുന്നത് വരെയുള്ള പ്രശ്നമേ ഉള്ളൂ. ജുവാൻ എങ്ങനെയാ പഠിച്ചുകൊണ്ടിരുന്നത്? ഇത് എങ്ങനെയാ എന്താ പറയുക, പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാ? ചില പ്രാർത്ഥനകളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് മറ്റേ സിറിയക് പ്രോജക്ട്, അറമൈക് പ്രോജക്ട് എന്നുള്ള ചാനലിലെ പാട്ടിൽ ചില നമ്മുടെ അർമായിക് പ്രോജക്റ്റില് അവിടെ CD കൊടുത്തേക്കുന്ന പാട്ടുകളെ അതിങ്ങനെ കേട്ടു അല്ലെ? കേട്ട് അതെന്ന് പറഞ്ഞാൽ ഹോംവർക്ക് ചെയ്യുമായിരുന്നു. ഹോംവർക്ക് ചെയ്ത് അപ്പൊ അങ്ങനെയാണ് തിരിച്ചു വന്നുകൊണ്ടിരുന്നത്. ഇത് ഞാൻ അമേരിക്കയിൽ അവിടെ ചിക്കാഗോ രൂപതയിലെ കുറച്ച് പിള്ളേരെ പഠിപ്പിച്ച അവിടെ ഇതേ സ്ട്രാറ്റജി തന്നെ. നമുക്കൊരു പാട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം വരുമ്പോൾ അവർ തറവാണ്, പിന്നീട് ആ ഭാഗത്തോട്ട് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇതിനകത്തൊരു പിന്നിലൊരു ഹാർഡ് വർക്ക് ഉണ്ട് അല്ലെ? ഹാർഡ് വർക്ക് ഉണ്ട്. അതോടൊപ്പം സ്വാഭാവികമായിട്ട് ടാലന്റ് ഉണ്ട്. ടാലന്റ് പ്ലസ് ഹാർഡ് വർക്ക്. ടാലന്റ് കൊണ്ട് മാത്രം കാര്യമില്ല, ഹാർഡ് വർക്ക് കൂടെ ദൈവാശ്രയ ബോധത്തോടു കൂടി നമ്മൾ കഠിന പ്രയത്നം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് അത് നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ കണ്ടതാണ്. തീർച്ചയായിട്ടും അത് മുന്നോട്ടും ആ അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും ജുവാന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ ഈ അർമായിക് പ്രോജക്റ്റിലെ CD തെഷ്പോത്ത എന്നുള്ള CD ഇങ്ങനെ കേട്ട് അതാണ് ഹോംവർക്ക് അല്ലെ?
അപ്പൊ അതിനകത്ത് നിന്ന് കൂടുതൽ പഠിച്ച അല്ലെങ്കിൽ അങ്ങനെ പ്രയാസകരമായിട്ടല്ല അതിൽ നിന്ന് കേട്ട് പഠിച്ചത് ഏതാ? അത് കാറോസൂസയാണ്. അപ്പൊ ഒന്ന് കാറോസൂസ എന്ന് കേട്ടാലോ? കാറോസൂസയുടെ ഭാഗം. Nukum sapir kalan buhadu sabab sehosa naiveneman marnasraham alay marnasraham അതിന്റെ മറുപടി എങ്ങനെയാ? marnasraham alay Nukum sapir kalan buhadu sabab sehosa naiveneman marnasraham അപ്പോ ജുവാന്റെ ഒരു പ്രത്യേകത ഈ ജുവാന്റെ ശുശ്രൂഷയുടെ ഭാഗം മാത്രമല്ല, കുർബാന ഉടനെയുള്ള ഏതെല്ലാം ഭാഗങ്ങളുണ്ടോ അതെല്ലാം ജുവാന് അറിയാം അല്ലേ? കാരണം ഇത് കേട്ട് അപ്പൊ ജുവാനെ എവിടെയും ഫിറ്റ് ചെയ്യാൻ പറ്റും, ശുശ്രൂഷയായിട്ടും കൊയറിലും, ഇനി കുറച്ചുകൂടെ വേണമെങ്കിൽ കഴിഞ്ഞിട്ട് ധാർമ്മികനായിട്ടും വേണമല്ലോ നമുക്ക് അല്ലേ പിന്നീട് ഒരു സമയത്ത് അല്ലേ? പരിശുദ്ധ കുർബാനയിൽ ഒരു പ്രധാനപ്പെട്ട എല്ലാവരും മെസ്പറൈസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ജനങ്ങളെ നിങ്ങളെല്ലാവരും സ്വരമുയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കുക എന്ന് പറയുന്ന ആ ഭാഗം. അത് തന്നെ ആ കന്ദീശാലാഹയിലേക്ക് കടക്കുമ്പോൾ ആ ഒരു ടേക്ക് അത് പെട്ടെന്ന് നമ്മൾ വലിയൊരു ഇതിലേക്ക് കടത്തുന്ന ഒന്നാണ്, ഒരു ഡിവൈൻ അറ്റ്മോസ്ഫിയറിലേക്ക്. ഒന്നുകൂടെ നമുക്ക് ജുവാൻ ഒന്നുകൂടെ ആ ആറീം ഖാൽഹോൻ എങ്ങനെയാ പാടുന്നത് ഒന്ന്? ആറീം ഖാൽഹോൻ usambah kolema lalaha haya kandisa alaha കന്ദീശ ഹൈൽസാന കന്ദീശാലമായോസ ഇസ്രാഹം ആലൈൻ ശുഹാലവഉലവറാവൽ റൂഹദ് കുദ്ശാം കന്ദീശ ആലാഹ കന്ദീശ ഹൈൽസാന കന്ദീശാലമായോസ ഇസ്രാഹം ആലൈൻ നാലം വാദം ആല് ആലം ആമേൻ വാമേൻ കന്ദീശ ആലാഹ കന്ദീശ ഹൈൽസാന കന്ദീശാലമായോസ ഇസ്രാഹം ആലൈൻ നസലേൻ സ്ലാമാ
വെരി ഗുഡ് വെരി ഗുഡ്.